ഷൊർണൂർ റോഡിൽ ഹോം പ്ലക്സിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ബുള്ളറ്റും 2 ബൈക്കുകളുമാണ് കത്തിയത്. ആളപായമില്ല. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസ് പിടിയിലായി. ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുൻപിൽ ചെകുത്താനെ കുരിശു കാണിച്ച് ഓടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനാ നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ കാറിന് പുറകിൽ അജ്ഞാത വാഹനമിടിച്ച് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജയ്മോൻ, ജോവാന എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും ഈ വർഷം 5 ലക്ഷം പട്ടയങ്ങളുടെ വിതരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. മണ്ണുത്തിയിൽ നടന്ന ഒല്ലൂർ നിയോജകമണ്ഡലം പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യനിർമ്മിതമാണ്. പാവപ്പെട്ട ഒരാൾക്ക് ഭൂമി കൊടുക്കാനും അവന് രേഖ ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഉത്തോലകങ്ങളാണ് നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും. ആ ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുൻപിൽ ചെകുത്താനെ കുരിശു കാണിച്ചോടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അർഹനാണെങ്കിൽ അവന് പട്ടയം കൊടുക്കണം. അതിന് ചട്ടങ്ങളും നിയമങ്ങളും ചിലപ്പോൾ ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മണ്ണുത്തി കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ ADM ടി മുരളി, തൃശൂർ സബ് കളക്ടറും ഒല്ലൂർ നിയോജകമണ്ഡലം നോഡൽ ഓഫീസറുമായ അഖിൽ വി മേനോൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർ P ജയശ്രീ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു. പക്ഷേ റവന്യൂ വകുപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഏറ്റവും കഠിനമായ പ്രവർത്തനങ്ങളിലൂടെ ആ പ്രവർത്തന പദ്ധതിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചു. പട്ടയ മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള വിവരശേഖരണം ഉൾപ്പെടെ നടത്താനുള്ള വിപുലമായ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്തതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ, അത് മുഖ്യമന്ത്രിയാണെങ്കിലും വെറും MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും, അത് പഞ്ചായത്താകട്ടെ, ബ്ലോക്കാകട്ടെ, ജില്ലയാകട്ടെ, കോർപ്പറേഷനാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാ ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ജനറൽ അസംബ്ലികൾ, പട്ടയ അസംബ്ലികൾ രൂപീകരിക്കുക. പട്ടയ അസംബ്ലികൾ യഥാർത്ഥത്തിൽ നിയമസഭ എന്ന് പറയുന്നത് പോലെ ഒരു ഘടകമാണ്. പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പട്ടയ അസംബ്ലിയെ നിയന്ത്രിക്കാൻ, അഥവാ ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ മിഷന്റെ നോഡൽ ഓഫീസറായി തഹസിൽദാരിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. അവിടെ വരുന്ന പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് താലൂക്കിൽ വിതരണം ചെയ്യാവുന്ന പട്ടയങ്ങളാണെങ്കിൽ താലൂക്കിൽ വിതരണം ചെയ്യുക. 95 ചട്ടപ്രകാരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പതിവ് കമ്മിറ്റി രൂപീകരിക്കപ്പെടേണ്ട പട്ടയങ്ങളാണെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുക. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. അരിമ്പൂർ നാലാംകല്ല് സ്വദേശികളും സഹോദരങ്ങളുമായ തേക്കിലക്കാടൻ വീട്ടിൽ അലൻ ജോൺസൺ, അരുൺ ജോൺസൺ, അരണാട്ടുകര രേവതിമുല, കണക്കപ്പടിക്കൽ ആഞ്ജനേയൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുപുഴ മാഷുപടി റോഡിൽ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന അലൻ ജോൺസണും അരുൺ ജോൺസണും രാസലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പരിശോധനയ്ക്കിടെ 2 പേർ പോലീസിനെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെട്ടു. ഇവരെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കഞ്ചാവും MDMAയും വിതരണം ചെയ്യാനായി പ്രതികൾ ഉപയോഗിച്ചിരുന്നു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. നെടുപുഴ SHO ഷജുകുമാർ, SI-മാരായ KR ശാന്തറാം, NP സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാന തലത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സിറ്റിയിലെ വിവിധയിടങ്ങളിലും പരിശോധന നടത്തി. 4 സബ് ഡിവിഷനുകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ K9 സ്ക്വാഡും ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പരിശോധന നടത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് അറിയിച്ചു.
തൃശൂർ ഷൊർണൂർ റോഡിൽ ഹോംപ്ലക്സിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു. ബുള്ളറ്റും 2 ബൈക്കുകളുമാണ് കത്തിയത്. വലക്കാവ് സ്വദേശി ശ്രീരാഗ്, പാലക്കാട് സ്വദേശി മുരളീധരൻ, ഒളരി സ്വദേശി വിശാഖ് എന്നിവരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. വലക്കാവ് സ്വദേശി ശ്രീരാഗിന്റെ ബുള്ളറ്റിൽ നിന്നാണ് മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നത്. ഉടൻ തന്നെ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ജീവനക്കാർ ഫയർ എക്സിറ്റിഗിഷകർ ഉപയോഗിച്ച് തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനാ നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾക്കും നിസ്കാരത്തിനുമായി മുസ്ലിം പള്ളികളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്കും നിസ്കാരത്തിനുമായി നഗരത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹി പ്രാർത്ഥനയ്ക്കും നിസ്കാരത്തിനും നേതൃത്വം നൽകി. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചാവക്കാട് മേഖലയിലെ പള്ളികളിൽ ജുമാ നിസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പല പള്ളികളിലും വരി പുറത്തേക്ക് നീണ്ടു. ജുമാ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. ബന്ധുക്കളുടെ ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ മടങ്ങിയത്. പ്രാർത്ഥനയുടെ തസ്ബീഹ് ഉരുക്കഴിച്ച് പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകളിൽ ജുമാ നിസ്കാരത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ഇക്കുറി 6ാം നോമ്പ് നാളിലാണ് ആദ്യ വെള്ളി കടന്നുവന്നത്. റമദാനിലെ പകലുകൾ കഠിന വ്രതത്തോടൊപ്പം പ്രാർത്ഥനാ നിർഭരവുമാണ്. വെള്ളിയാഴ്ചയുടെ പവിത്രത കൂടി ചേരുന്നതോടെ ഈ ദിനത്തിന് പല മടങ്ങ് പുണ്യത്തിന്റെ കാരക്കാമധുരമാണെന്നാണ് വിശ്വാസം. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം കൊറ്റംചിറയിൽ 46 വയസ്സുള്ള ജയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോവാന എന്നിവരാണ് മരിച്ചത്. ജയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് നിന്നും മഞ്ജുവിന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇന്ന് പുലർച്ചെ ഖന്ന നഗറിൽ വെച്ചായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പലവട്ടം മറിഞ്ഞ ശേഷം റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. പിന്നിൽ വന്നിരുന്ന വാഹനം കാറിൽ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു. എന്നാൽ സ്ഥലത്തെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചതിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസും ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിശേന വിഭാഗവുമാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുണ്ടന്നൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുണ്ടന്നൂർ സ്വദേശി കോലത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിനും പള്ളിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കുന്നതിനിടയിൽ ഹാൻഡിലിൽ തട്ടി വലിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഭൂമി തരം മാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പുല്ലൂറ്റ് കോഴിക്കട 16ാം കോളനി പരിസരത്താണ് അനധികൃതമായി നിലം നികത്തുന്നത്. 7 ഏക്കർ ഭൂമിയിൽ 2 ഏക്കർ ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ്. തരം മാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറുവാനും ഇത് കാരണമാകുന്നുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് മണ്ണിട്ട് മൂടിയ തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉത്തരവ് നൽകി. തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ
PN വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 7.5 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. 2 ഏക്കർ സ്ഥലത്തിൽ തരം മാറ്റത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ തരം മാറ്റം നടത്തുമ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്ന നിയമം ഇരിക്കെ തന്നെ ഇവിടെ തോടുകൾ, പ്രത്യേകിച്ച് തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം ഈ പറഞ്ഞ 16 വീടുകളടങ്ങിയ കോളനിയും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും കയറി അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റേതാണ് മൃതദേഹം. മതിലകം പോലീസ്, അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നെൽകർഷകരോട് ഇടതുപക്ഷ സർക്കാരിന് ക്രൂര മനോഭാവമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകർക്ക് പൊള്ളയായ വാഗ്ദാനം നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും കേന്ദ്ര സർക്കാർ നെല്ലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അതനുസരിച്ച് വില വർദ്ധിപ്പിച്ചു നൽകാതെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഓരോ വർഷവും കുറയ്ക്കുകയാണെന്നും ഉണ്ണിയാടൻ ആരോപിച്ചു. കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം പ്രസിഡന്റ് പോൾ നേരെപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ, ജില്ലാ സെക്രട്ടറി സേതു മാധവൻ, തോമസ് ഇല്ലിക്കൽ, പോൾ ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഇവർക്കൊക്കെ മോചനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂടി ചെയ്യുകയാണ്. കർഷകന്റെ മുന്നേറ്റം നമ്മുടെ എല്ലാവരുടെയും മുന്നേറ്റമാണ്. കാറളത്ത് വീട്ടമ്മയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാർലം സ്വദേശി വെട്ടിയാട്ടിൽ ജ്യോതിയെയാണ് കിഴുത്താണി പൊട്ടക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് RGSAയുടെ സഹകരണത്തോടെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ LSG ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ് വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് ഓഫീസർ PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുമായി സംവദിച്ച സഫലം ഓപ്പൺ ഫോറം, ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ വനിതയെക്കുറിച്ച് സംസാരിച്ച സാക്ഷ്യം സംസാരവേദി, സ്വയപ്രയത്നത്തിലൂടെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വനിതകളെ പരിചയപ്പെടുത്തിയ സാദരം ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. RGSA ജില്ലാ പ്രോജക്ട് മാനേജർ ശ്രുതി S. ശിവൻ, KSSP ജില്ലാ സെക്രട്ടറി TV രാജു തുടങ്ങിയവർ സംസാരിച്ചു. കായിക താരം സൗമ്യ ദേവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PN ഇന്ദു, സംരംഭക അംബിക സോമസുന്ദരൻ, ആർട്ടിസ്റ്റും പൊതുപ്രവർത്തകയുമായ ശാന്തിദാസ്, അഭിഭാഷകയായ ലിനി പ്രിയ, വാസവൻ തുടങ്ങിയവർ സദസ്സുമായി സംവദിച്ചു. ഗാർബേജ് ഫ്രീ സിറ്റി എന്ന പദവിയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ. കേന്ദ്ര സർക്കാരിന്റെ SBM ടീമിന്റെ നേതൃത്വത്തിലാണ് അസസ്മെന്റ് നടക്കുന്നത്. ഫീൽഡ് വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാകുന്നതോടെ നഗരസഭയ്ക്ക് പുതിയ അംഗീകാരം ലഭിക്കും. ശുചിമുറി മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ള നഗരസഭകൾക്കാണ് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇതോടെ കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ചുരുക്കം നഗരസഭകളിൽ ഒന്നായി കൊടുങ്ങല്ലൂർ മാറുകയാണ്. അന്തിക്കാട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ പശുവിന് നാട്ടിക ഫയർഫോഴ്സ് രക്ഷകരായി. അന്തിക്കാട് വന്നേരിമുക്ക് സ്വദേശി വിൻസെന്റിന്റെ പശുവാണ് കിണറ്റിൽ വീണത്. കുളിപ്പിച്ചുകൊണ്ടുവരുന്നതിനിടെ ഓടിയ പശു സമീപത്തെ പുല്ലുമൂടിക്കിടന്ന ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വാട്ടർ ഹോസ് JCBയിൽ കെട്ടി 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിൽ ഇറങ്ങിയാണ് പശുവിനെ കരക്കെത്തിച്ചത്. വ്യാസം കുറഞ്ഞ കിണറായതിനാൽ പശുവിനെ പുറത്തെടുക്കുന്നത് ദുഷ്കരമായിരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ വിവിധ അംഗനവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. ആലത്തൂർ അംഗനവാടിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി G. സബിത, IDDS സൂപ്പർവൈസർ TS ധന്യ എന്നിവർ സംസാരിച്ചു.
വനിതാ ദിനത്തോടനുബന്ധിച്ച് വേൾഡ് മലയാളി കൌൺസിൽ വള്ളുവനാട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 വനിതകളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷീബ അമീർ, ലീല അന്തർജനം, ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് എന്നിവരെയാണ് ആദരിക്കുക. വേൾഡ് മലയാളി കൌൺസിൽ വള്ളുവനാട് പ്രൊവിൻസ് പ്രസിഡന്റ് സുന്ദരൻ കാനാട്ട്, ജനറൽ സെക്രട്ടറി NP രാമചന്ദ്രൻ, ജോസ് പുതുക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആശാ വർക്കർമാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ BJP ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തിയിൽ നടന്ന സദസ്സ് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MA രാജു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷിജി നാരായണൻ, K ധന്യ, മുൻ മണ്ഡലം പ്രസിഡന്റ് BR രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷത്തിന് മുമ്പ് ഇവിടെ UPA സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നതല്ലോ. എന്താണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവർ കൊണ്ടുകൊടുത്തിട്ടുള്ളത്? ഇവിടുത്തെ അംഗനവാടി ആശാ വർക്കർമാർ. ബോഡി ബിൽഡിംഗ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് തൃശൂർ സ്വദേശി ഷിൻഡോ. ഇത്തവണത്തെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ പട്ടങ്ങൾ ഷിൻഡോയുടെ പൊൻതൂവലുകളാണ്. ശരീര സൗന്ദര്യ മത്സര രംഗത്തെ മിന്നും താരമാണ് അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ സ്വദേശി ഷിൻഡോ. ഈ കാണുന്ന ട്രോഫിയും മെഡലുകളുമെല്ലാം ഷിൻഡോ വാരിക്കൂട്ടിയതാണ്. 5 തവണ മിസ്റ്റർ തൃശൂർ, 4 തവണ മിസ്റ്റർ കേരള തുടങ്ങി ബോഡി ബിൽഡിംഗ് രംഗത്ത് നേടിയത് അംഗീകാരങ്ങളുടെ നീണ്ട നിരയാണ്. ഇത്തവണത്തെ മിസ്റ്റർ തൃശൂരും മിസ്റ്റർ കേരളയും മാത്രമല്ല, മിസ്റ്റർ സൗത്ത് ഇന്ത്യൻ പട്ടവും ഈ ബോഡി ബിൽഡർ കയ്യെത്തി പിടിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളായ ക്രിസ്റ്റഫർ നഗർ പല്ലിശ്ശേരി ആൻഡുവും ഷീബയും പിന്നെ ഭാര്യ ഡീനയും നൽകുന്ന പിന്തുണയാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമെന്ന് ഷിൻഡോ പറയുന്നു. 4 തവണ മിസ്റ്റർ കേരളയുണ്ട്, 5 തവണ മിസ്റ്റർ തൃശ്ശൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ സൗത്ത് ഇന്ത്യ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. വേൾഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആവുക, ഫേമസ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഞാനൊരു സിഗ്നേച്ചർ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ജിമ്മ് ഞാൻ പാലിയേക്കര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഫിറ്റ്നസ്, അതേപോലെ തന്നെ ബോഡി ബിൽഡിങ്, ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത്. താൻ പരിശീലിപ്പിച്ച പ്രിയങ്ക മുരുകൻ ഇത്തവണ തന്നോടൊപ്പം വനിതാ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായ സന്തോഷത്തിൽ കൂടിയാണ് ഷിൻഡോ. ഞാൻ 3 തവണ മിസ്റ്റർ തൃശ്ശൂരായിരുന്നു, അതുപോലെ തന്നെ മിസ് കേരളയാണ് 3 വർഷം. എന്നെ കോച്ച് ചെയ്യിപ്പിക്കുന്നത് ഷിൻഡോ ചേട്ടനാണ്. അപ്പോൾ ഷിൻഡോ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു കേരള കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത്. അതിൽ വിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. യുവാക്കൾ ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നതിന് പകരം ശരീരവും ആരോഗ്യവും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശവുമായി പാലിയേക്കരയിൽ സിഗ്നേച്ചർ എന്ന പേരിൽ ഫിറ്റ്നസ് സെന്ററും ഷിൻഡോ നടത്തുന്നുണ്ട്. തൻ്റെ നല്ല പ്രായത്തിൽ നല്ലൊരു ജിമ്മനായിരുന്ന ആൻഡു എന്ന ഈ പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് ഷിൻഡോ ഇപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. ഷിൻഡോയുടെ അനുജൻ ലിൻഡോയും മിസ്റ്റർ കേരളയാണ് 3 ജിമ്മന്മാർ. അതുകൊണ്ട് തന്നെ ഇവർക്കിത് വീട്ടുകാര്യമാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര TCV ന്യൂസ്. ആയിരങ്ങൾക്ക് ഉത്സവലഹരി പകർന്ന് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളും ചേർന്നൊരുക്കിയ വർണ്ണോത്സവത്തിൽ പങ്കാളികളാകാൻ ആയിരങ്ങളാണ് വെള്ളിയാഴ്ച ചെമ്പൂച്ചിറയിലെത്തിയത്. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് കലശാഭിഷേകം, പൂരം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. എഴുന്നള്ളിപ്പിന് ശേഷം കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തി. കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൂടിയാട്ടം കാണാൻ കത്തുന്ന വേനൽ ചൂടിനെ അവഗണിച്ചും 100 കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി TS വിജയൻ, മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി AR ബൈജു എന്നിവർ കാർമ്മികരായി. ക്ഷേത്ര ഭാരവാഹികളായ സുനിൽ കുമാർ കൈമാപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ, ഖജാൻജി ലെനിൻ കുമാർ കണ്ണങ്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി.
കുട്ടികൾക്കായി ദാഹജലമൊരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്രധാന അധ്യാപിക CT കൊച്ചുത്രേസ്യ വിദ്യാലയ അങ്കണത്തിൽ സ്ഥാപിച്ച പാത്രങ്ങളിൽ വെള്ളം നിറച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ 4ാം ക്ലാസ്സുകാരനായ ഗൌരംഗ് ബൈദ്യയുടെ ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള മലയാളത്തിലുള്ള പ്രസംഗം ശ്രദ്ധേയമായി. അധ്യാപകൻ മേജർ PJ സ്റ്റൈജു, V മോണിക്ക തോമസ്, ഷിബി ആന്റണി, K ജാസ്മി CA, അനീറ്റ ജോസഫ്, റാണി രേഗൻ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘം നേതാവ് VR പുഷ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മേഖലാ പ്രസിഡന്റ് MR രജിതൻ അധ്യക്ഷത വഹിച്ചു. TN ലെനിൻ, ശ്രീകുമാർ വാഗ, CK മോഹനൻ, PP മോഹനൻ, ലീന ശ്രീകുമാരൻ, TB സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി P സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ വായനശാലയിൽ വൈകിട്ട് 5-ന് നടക്കുന്ന ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിക്കും. P സുരേന്ദ്രന്റെ 3ാമത്തെ കലാപഠന ഗ്രന്ഥമാണ് മണിപത്മം. നിറച്ചാർത്തിന്റെ സ്ഥാപക അംഗവും ആദ്യകാല ക്യാമ്പുകളുടെ ക്യൂറേറ്ററുമാണ്. വാർത്താസമ്മേളനത്തിൽ മധു VP, ദാസ് വടക്കാഞ്ചേരി, ബിനിത സന്തോഷ്, അഹമ്മദ് സിജിത്ത് എന്നിവർ പങ്കെടുത്തു. കുറ്റൂർ മേരിമാതാ പള്ളിയിൽ ടീം ഷെയ്ഖിനെ നയിക്കുന്ന റിവൈവൽ ഫയർ 11ാമത് ബൈബിൾ കൺവെൻഷൻ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജു പുറത്തൂർ, ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ നേതൃത്വം നൽകി. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഷൈജൻ കളത്തിൽ, VK മുജീബ് റഹ്മാൻ, KY അസീസ്, ഹംസ YP പാടത്ത്, EG സുരേന്ദ്രൻ, MA വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 100-ൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റയീസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തിരഞ്ഞെടുത്തത്. എടതിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MS നിഖിൽ, വാസന്തി തിലകൻ, മെമ്പർമാരായ V ജയൻ, സജീഷ് സത്യൻ, PA ഷമീർ, ഷിനി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അർഹരായവരെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് 18 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 18 വിദ്യാർത്ഥികൾക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കുള്ള മേശ, കസേര തുടങ്ങിയവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഫർണിച്ചറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. പോന്നൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ പ്രധാനാധ്യാപിക LC പദ്ധതി വിശദീകരണം നടത്തി. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഗുരുവായൂർ നായർ സമാജത്തിന്റെ ശിവപത്മം പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ട്രസ്റ്റിന്റെ ചെയർമാനും കാരുണ്യ പ്രവർത്തകനുമായ പുനലൂർ സോമരാജന് സമ്മാനിച്ചു. മമ്മിയൂർ കൈലാസം ഹാളിൽ നടന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് P സോമരാജൻ സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രവി ചങ്കത്തിന് കർമ്മശ്രീ പുരസ്കാരവും ആധ്യാത്മിക പ്രവർത്തക പുഷ്കല കൃഷ്ണമൂർത്തിക്ക് നാരായണീയ കൗസ്തുഭ പുരസ്കാരവും നൽകി. റിട്ടയേർഡ് കളക്ടർ P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കൌൺസിലർ രേണുക ശങ്കർ, നായർ സമാജ ഭാരവാഹികളായ V അച്യുതക്കുറുപ്പ്, രവീന്ദ്രൻ നമ്പ്യാർ, M നിർമ്മലൻ മേനോൻ എന്നിവർ സംസാരിച്ചു. ധാരാളം നമുക്ക് കാണാൻ കഴിയും. എളവള്ളി കോക്കൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്രപൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഷിജിൻ മുല്ലശ്ശേരി എന്നിവർ കാർമ്മികരായി. കളമധുര ക്ഷേത്രത്തിൽ നിന്നുള്ള ശൂലമെഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ ഭഗവാൻ തേരിലേറി ദേശം ചുറ്റിയെത്തി. കാവടിയാട്ടം, നാഗസ്വരം, ചിന്തുപാട്ട് എന്നിവ ആവേശം പകർന്നു. തുടർന്ന് നടന്ന ദേശബലത്ത് ഭക്തി നിർഭരമായി
ഉടുക്കുപാട്ടിന് വാടാനപ്പള്ളി CS മോഹനം സംഘവും തായമ്പകയ്ക്ക് ചൂണ്ടൽ തായങ്കാവ് രാജൻ മാരാരും നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നടന്ന പ്രസാദൂട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. ക്ഷേത്രം ഭാരവാഹികളായ KP ഗോപാലൻ, KS രമേശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ GRC സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത ചാഴൂർ പഞ്ചായത്തിന് കീഴിലുള്ള ആലപ്പാട് കുടുംബശ്രീ തൊഴിൽ പരിശീലന ഉൽപാദന വിപണന കേന്ദ്രത്തിലേക്ക് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജോഷി ആലപ്പാട്ട്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ S. സന്ദീപ്, അശോകൻ കോമത്തുകാട്ടിൽ, PK ഇബ്രാഹിം, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രായത്തെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച 2 വനിതകളെ മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച കോടാലിയിൽ ആദരിക്കും. ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4 ഇനങ്ങളിൽ സ്വർണം നേടിയ കടമ്പൂട് സ്വദേശിനി ഉഷാമണി, 58-ാം വയസ്സിൽ LLB നേടി വക്കീൽ കുപ്പായം അണിഞ്ഞ കോടാലി സ്വദേശിനി മിനി ഡേവിസ് എന്നിവരെയാണ് ആദരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്തിനെയും ചടങ്ങിൽ അനുമോദിക്കും. ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ മൂന്നുമുറി അമ്പ് ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച റീൽസ് ഫോട്ടോഗ്രാഫി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അടുത്ത വർഷത്തെ അമ്പ് ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990, പവന് 63,920. വെള്ളി ഗ്രാമിന് 106, പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ റോഡിൽ ഹോംപ്ലക്സിന് സമീപം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ബുള്ളറ്റും 2 ബൈക്കുകളുമാണ് കത്തിയത്. ആളപായമില്ല. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ പോലീസ് പിടിയിൽ. ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുൻപിൽ ചെകുത്താനെ കുരിശ് കാണിച്ചോടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനാ നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ കാറിന് പുറകിൽ അജ്ഞാത വാഹനമിടിച്ച് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജയ്മോൻ, ജോവാന എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.